ഹായ് ബ്രോസ്, നിങ്ങൾ നേരെ ഈ വീഡിയോയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഞാൻ മുൻപേ ചെയ്തു വെച്ചിട്ടുണ്ട്. നേരെ അത് പോയി കണ്ടുവന്നാൽ കാര്യങ്ങൾ ഒന്നുകൂടി വ്യക്തമായി മനസ്സിലാവുന്നതാണ്. നിങ്ങൾ പോയി വരുന്നതുവരെ ഞാനിവിടെ കാത്തു നിൽക്കാം. ഇനി ഫസ്റ്റ് പാർട്ട് കണ്ട് സെക്കൻഡ് പാർട്ടിലേക്കായി വന്നവരോട് ഓക്കെ ബ്രോസ്, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് വെൽക്കം ബാക്ക് ജി ബ്രോസ്. മെറിബിൾ മിസ്സിംഗ് കേസിൽ ഒരു ക്ലൂ പോലും കിട്ടാതെ പോലീസ് കിടന്ന് നട്ടം തിരികെയാണ്. പോലീസ് കോളേജിൽ അന്വേഷിക്കുന്നുണ്ട്, മെറിബിൾ വർക്ക് ചെയ്ത ഓഫീസിൽ അന്വേഷിക്കുന്നുണ്ട്. എല്ലാവരും കോമൺ ആയി പറയുന്ന ഒരു കാര്യം, മെറിബിൾ ഒരു സ്ട്രോങ് ലേഡി ആയിരുന്നു. കാരണം അവരൊരു ആർമി ഉദ്യോഗസ്ഥയാണ്. അവർ ആർമിയാണെന്ന് പറഞ്ഞു നടക്കേണ്ട കാര്യമില്ല. കാരണം അവർ നടക്കുന്നതിലും ഇരിക്കുന്നതിലും എന്തിന് സംസാരിക്കുന്നതിൽ വരെ മെറിബിൾ ഒരു ആർമി ഓഫീസറാണെന്ന് തെളിയിക്കുന്ന വിധത്തിലുള്ളതായിരുന്നു. പക്ഷേ എല്ലാവരും സ്ട്രോങ് ലേഡിയാണെന്ന് പറഞ്ഞ മെറിബിൾ പോലീസിനെ വിളിച്ച ആ എമർജൻസി കോളിൽ കരഞ്ഞുകൊണ്ടായിരുന്നു സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. സാർ, എൻ്റെ റൂംമേറ്റിനും എനിക്കും ചെറിയൊരു പ്രശ്നം, വലിയ പ്രശ്നമൊന്നുമല്ല. പക്ഷേ എനിക്കെന്തോ ഇവിടെ ഒറ്റയ്ക്ക് കഴിയാൻ ഭയമാണ്. എൻ്റെ റൂംമേറ്റ് ഈ മാസം അവസാനം റൂം ഒഴിഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിനു മുമ്പ് എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദി എൻ്റെ റൂംമേറ്റ് ആയിരിക്കും എന്നായിരുന്നു മെറിബിൾ പറഞ്ഞത്. ഈ റെക്കോർഡിംഗ് പോലീസിന് ആരാണ് പ്രതി എന്ന് എഴുതി കൊടുത്തതുപോലെയായിരുന്നു. എന്നാൽ കെ.സി. ജോയെ അറസ്റ്റ് ചെയ്യാനുള്ള മറ്റൊരു തെളിവുകളും പോലീസിന്റെ കയ്യിലുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കെ.സി. ജോയെ പറ്റി പോലീസ് കൂടുതൽ അന്വേഷിക്കാൻ ആരംഭിക്കുകയാണ്. അതിന് ആദ്യം പോയത് മെറിബിളിന്റെ സഹോദരിയുടെ അടുത്തേക്കായിരുന്നു. കെ.സി. ജോയെ പറ്റി ചോദിച്ചതും മെറിബിളിന്റെ സഹോദരി, കെ.സി. ജോയെ പറ്റി എന്തിനന്വേഷിക്കണം, അയാൾ വളരെ കൈൻഡ് ആയ ഒരു മനുഷ്യൻ. അദ്ദേഹം ചേച്ചിയോടൊപ്പം കുറച്ചധികം കാലങ്ങളായി റൂം ഷെയർ ചെയ്തുകൊണ്ട് ജീവിക്കുകയാണ്. അയാൾക്ക് അച്ഛനോ അമ്മയോ സ്വന്തക്കാരോ ആരും തന്നെയില്ല. ഇത്രയും കാലം അയാൾ അന്വേഷിച്ച് ആരും തന്നെ വന്നിട്ടില്ല. അയാൾ വീട്ടിനകത്ത് ഏത് സമയവും വാതിലടച്ച് ഒറ്റയ്ക്കിരിക്കുകയാണ് ചെയ്യാറ്. പലപ്പോഴും മെറിബിൾ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്താണ് അയാൾ ഇങ്ങനെ ഒറ്റപ്പെട്ട് ജീവിക്കുന്നതെന്ന്. പിന്നെ മെറിബിൾ ഞങ്ങളുടെ ഫാമിലി ഗെറ്റ് ടുഗദറിനും അവളുടെ ഫ്രണ്ട്സിനൊപ്പം പോകുന്ന ഔട്ടിങ്ങിലും കെ.സി. ജോയെ ഉൾപ്പെടുത്താൻ തുടങ്ങി, റൂംമേറ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട്. എന്നാൽ ഫാമിലി ഗെറ്റ് ടുഗദറിന് വരുമ്പോൾ ഇത്തരത്തിൽ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരാളെന്ന് തോന്നിപ്പിക്കാത്ത വിധം കെ.സി. ജോയ് വളരെ നല്ല രീതിയിൽ തമാശകളെല്ലാം പറഞ്ഞ് വളരെ ജോളിയായിട്ടായിരുന്നു സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ഞങ്ങളുടെ ഫാമിലിയിലെ എല്ലാവർക്കും കെ.സി. ജോയെ വളരെ ഇഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മെറിബിളിന്റെ സഹോദരി മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ഒരിക്കൽ ഞാൻ വണ്ടി ഓടിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു കോൾ വരുന്നു. നോക്കുമ്പോൾ കെ.സി. ജോയ്. ഞാൻ ഫോൺ എടുത്ത് അറ്റൻഡ് ചെയ്തപ്പോൾ കെ.സി. ജോയ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, നിങ്ങളുടെ സഹോദരി മെറിബിളിന് നിങ്ങൾ കല്യാണം ആലോചിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് എനിക്കറിയാം. എനിക്ക് തോന്നുന്നു ഞങ്ങൾ നല്ല മാച്ച് ആയിരിക്കുമെന്ന്. ഇതിന് ഞാൻ മാച്ചോ, എന്താണ് കെ.സി. മാച്ച്, എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാനും മെറിബിളും നല്ല ഫ്രണ്ട്സാണ്. നല്ല ഫ്രണ്ട്സിന് നല്ല കപ്പിളായിരിക്കാൻ സാധിക്കും. മാത്രമല്ല നിങ്ങളുടെ ഫാമിലി എനിക്ക് വളരെ ഇഷ്ടപ്പെടുകയും ചെയ്തു. ഞാൻ മെറിബിളിനെ വിവാഹം ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഇതിന് ഞാൻ, കെ.സി. ഓക്കെ, നിങ്ങൾക്ക് മെറിബിളിനെ ഇഷ്ടമായിരിക്കാം, പക്ഷെ മാച്ച് ആവുന്നത് എങ്ങനെയാണ്? കെ.സി. ജോയ്, നിങ്ങൾ നിങ്ങളുടെ 40-ാം വയസ്സിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ മെറിബിൾ അവളുടെ 20s-ലും എങ്ങനെയാണ് മാച്ച് ആകുന്നത്, എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് മെറിബിളിന്റെ സഹോദരി പറയുന്നു. പക്ഷെ അപ്പോൾ കെ.സി. ജോയ് ഒരു മിനിറ്റ് നേരത്തേക്ക് ഫോൺ കട്ട് ചെയ്യാതെ അങ്ങനെ നിൽക്കുകയാണ് ചെയ്തത്. അപ്പോൾ പോലീസ് ചോദിക്കുന്നുണ്ട്, കെ.സി. ജോയ് ഫോൺ കട്ട് ചെയ്തിരുന്നില്ല എന്ന് നിങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സിലായത് എന്ന്. അതിനുത്തരമായി പറയുന്നത്, ആ സമയം അത്രയും കെ.സി. ജോയ് ബ്രീത്ത്, ശ്വാസം എടുക്കുന്നത് എനിക്ക് കേൾക്കാമായിരുന്നു. അതിനുശേഷം ഞാൻ ഫോൺ കട്ട് ചെയ്ത് നേരെ മെറിബിളിനെ വിളിക്കുന്നുണ്ട്. അവളോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. മാത്രമല്ല നിങ്ങൾ ഒരുമിച്ചാണ് ജീവിക്കുന്നത്, അതുകൊണ്ട് തന്നെ കുറച്ച് കെയർഫുൾ ആയിട്ടിരിക്കാൻ വേണ്ടി ഞാൻ മെറിബിളിനോട് പറയുന്നുണ്ട്. ഇത് കേട്ട മെറിബിൾ കാഷ്വൽ ആയിട്ട്, ഞാൻ കെ.സിയോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു, അയാൾക്ക് ചെറുതായിട്ടൊരു ക്രഷ് തോന്നിയതാണ്, ഞാൻ സംസാരിച്ച് ക്ലിയർ ചെയ്തിട്ടുണ്ട്, നീ അതിനെപ്പറ്റി വല്ലാതെ ആലോചിച്ച് വിഷമിക്കേണ്ട എന്ന് പറയുന്നുണ്ട്. ഈ സംഭവം നടന്ന് കറക്റ്റ് 4 മാസങ്ങൾക്ക് ശേഷം കെ.സി. ജോയും മെറിബിളും സിനിമ കണ്ടുകൊണ്ടിരിക്കും. മെറിബിൾ തമാശയ്ക്ക് കെ.സി. ജോയോട് പറയുന്നുണ്ട്, വേണമെങ്കിൽ നിനക്കും ഇതുപോലെ ടാറ്റു അടിച്ചുകൂടിയെന്ന്. ഇത് കേട്ട കെ.സി. ജോയ് പിറ്റേ ദിവസം കയ്യിൽ വലിയൊരു ടൈഗറിന്റെ ടാറ്റു അടിച്ചു വരുന്നുണ്ട്. ഇത് കണ്ട മെറിബിൾ, എന്താ പുതിയതായി ടാറ്റു എല്ലാം അടിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ കെ.സി. പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, നീയല്ല ഇന്നലെ പറഞ്ഞത് ഞാൻ ടാറ്റു അടിച്ചാൽ നന്നായിരിക്കുമെന്ന്. ഇത് മെറിബിളിന് എന്തോ അസ്വസ്ഥതയുണ്ടായിരുന്നു. കാരണം മെറിബിൾ കോമൺ ആയിട്ട് നമ്മൾ ഫ്രണ്ട്സിനോടെല്ലാം പറയില്ലേ, നീ അങ്ങനെ ചെയ്താൽ നന്നാവും, നീ ഇങ്ങനെ ചെയ്താൽ നന്നാവും, അതുപോലെ കോമൺ ആയിട്ടായിരുന്നു
കെ സി ജോയിയോടും പറഞ്ഞിരുന്നത് ടാറ്റു അടിച്ചാൽ നന്നായിരിക്കുമെന്ന്. ആ ഒരു കാര്യം വരെ കെ സി ജോയ് വളരെ സീരിയസ് ആയിട്ടായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. ഒരിക്കൽ അതുപോലെ ഞാൻ മെറിബിളെ കാണാൻ വേണ്ടി അവളുടെ അപ്പാർട്ട്മെന്റിലേക്ക് പോയപ്പോൾ വാതിൽ തുറന്നത് കെ സി ജോയി ആയിരുന്നു. ആ സമയം അയാളുടെ മുഖമാകെ ബാൻഡേജ് വെറ്റി ചുറ്റിയിരുന്നു, വല്ല ബൈക്ക് ആക്സിഡന്റ് പറ്റിയതുപോലെ. ഞാൻ ചോദിച്ചപ്പോൾ ചെറിയൊരു സർജറി നടത്തിയതാണ്, കുഴപ്പമൊന്നുമില്ല, പെട്ടെന്ന് ശരിയാക്കുമെന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട പോലീസ് വെയിറ്റ് എന്നാണ് കറക്റ്റ് ആ ബാൻഡേജ് ചുറ്റിയത്, എന്നാണ് കറക്റ്റ് എക്സാക്ട് മന്ത് നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ മെറിബിളിന്റെ സഹോദരി ആ മന്ത് പറഞ്ഞു കൊടുക്കുന്നു. പോലീസും നേരെ പോയി കെ സിയുടെ ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ് രഹസ്യമായി ശേഖരിക്കുന്നു. അതിൽ 7 ലക്ഷം രൂപയ്ക്ക് പ്ലാസ്റ്റിക് സർജറി നടത്തിയതിന്റെ ബില്ല് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്വന്തമായി വീടില്ലാതെ, സ്വന്തമായി വാടകയ്ക്ക് ഒരു വീടെടുക്കാൻ പറ്റാതെ ഷെയർ ചെയ്ത് താമസിക്കുന്ന കെ സി ജോയ് 7 ലക്ഷം രൂപ മുടക്കി പ്ലാസ്റ്റിക് സർജറി ചെയ്തിരിക്കുന്നു. ഈ സമയത്ത് പോലീസിന് മറ്റൊരു കാര്യം തോന്നുന്നുണ്ട്. അവരുടെ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് കൊണ്ട് കെ സി ജോയുടെ മനസ്സിൽ ആ സമയം മൂടിക്കൊണ്ടിരുന്നത് ഈ പെൺകുട്ടിയെ എനിക്ക് കിട്ടിയില്ലെങ്കിൽ വേറെ ആർക്കും കിട്ടരുത് എന്നായിരിക്കും. കാരണം അത്രമേൽ ഭ്രാന്തമായി കെ സി ജോയ് മെറിബിളിനെ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. 2013 മെയ് 13 മെറിബിളിനെ കാണാതാവുന്നു. കറക്റ്റ് 12 ദിവസം മുമ്പ് മെറിബിൾ 911ലേക്ക് പോലീസിന്റെ എമർജൻസി നമ്പറിലേക്ക് ഒരു കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പ്രശ്നം പരിഹരിക്കാനായി മെറിബിളിന്റെ വീട്ടിലേക്ക് ഒരു പോലീസ് പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പോലീസ് മെറിബിളിനോട് ആ സമയം ചോദിച്ചത് നിങ്ങൾക്ക് കെ സി ജോയുടെ മേലെ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടോ എന്ന്. എന്നാൽ അതിന് മെറിബിൾ പറഞ്ഞത് എനിക്ക് കംപ്ലൈന്റ് ഒന്നുമില്ല, ഇദ്ദേഹത്തിനോട് കറക്റ്റ് സമയത്ത് വീട് ഒഴിഞ്ഞു തരാൻ പറഞ്ഞാൽ മതി എന്നായി. മാത്രമല്ല പോലീസ് മെറിബിളിന്റെ വീടിന് സമീപത്ത് താമസിക്കുന്ന ആളുകളോട് അന്വേഷിക്കുമ്പോൾ, ചോദ്യം ചെയ്യുമ്പോൾ അവർ മറ്റൊരു കാര്യം പറയുന്നുണ്ട്. മെയ് 2 മെറിബിളും കെ സി ജോയും വലിയൊരു വഴക്കുണ്ടാകുന്നുണ്ട് അവരുടെ വീട്ടിൽ. അതിനുശേഷം മെറിബിളിനെ ആരും തന്നെ കണ്ടിട്ടില്ല. അതായത് കെ സി ജോയ് മാർച്ച് 31 വീട് ഒഴിഞ്ഞു കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നതാണ്. എന്നാൽ മെയ് 2 ആയിട്ടും മെറിബിളിന്റെ വീട്ടിൽ നിന്നും കെ സി ജോയ് മാറിക്കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ആ സമയത്ത് CCTV പരിശോധിക്കുമ്പോൾ മെറിബിൾ ആ വീടിന്റെ പരിസരത്തുള്ള ഒരു പോസ്റ്റ് ബോക്സിൽ ഓണറിനുള്ള റെന്റ് പോസ്റ്റ് ചെയ്യുകയായിരുന്നു. ആ വിഷ്വൽസ് CCTVയിൽ വ്യക്തമായും പതിഞ്ഞിട്ടു. അതായത് മെയ് 2 മെറിബിളിന്റെ വീട്ടിൽ കെ സി ജോയ് ഉണ്ടായിരുന്നു. മാത്രമല്ല മെറിബിളിന്റെ ഫോൺ പരിശോധിക്കുമ്പോൾ പോൾ എന്ന കോളേജ് മേറ്റിന് മെറിബിൾ കോൾ ചെയ്തിട്ടു. പോളിനെ പോയി ചോദ്യം ചെയ്യുമ്പോൾ പോൾ പറഞ്ഞത് മെയ് 2 രാത്രി മെറിബിളിനെ വിളിച്ചിരുന്നു, കെ സി ജോയ് ഇന്നും വീട് ഒഴിഞ്ഞു കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞ്. ഞാൻ നേരെ മെറിബിളിന്റെ വീട്ടിൽ പോയി കെ സി ജോയോട് പറയുന്നുണ്ട്, നാളെ നീ ഈ വീട് ഒഴിഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിൽ നിന്റെ സാധനങ്ങളെല്ലാം ഞാനെടുത്ത് ദൂരെ കളയുമെന്ന്. പക്ഷേ അതിനുശേഷം മെറിബിളിനെ ആരും തന്നെ കണ്ടിട്ടില്ല. ഇത്രയും വിവരങ്ങൾ കിട്ടിയ പോലീസ് അന്വേഷണം നിർത്തി നേരെ കെ സി ജോയെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. കെ സി ജോയെ അറസ്റ്റ് ചെയ്തു ഫേസ് ടു ഫേസ് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതിന് കെ സി ജോയ് നോർമലായിട്ട് പോലീസ് ഇത്രയും ദിവസം കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച ഡീറ്റെയിൽസ് എല്ലാം അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇത് കേട്ട പോലീസ് ഓക്കെ, അന്ന് കറക്റ്റ് മെയ് 2 എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ അന്ന് ഞാനും മെറിബിളും ഒരു വഴക്കുണ്ടായി. മെറിബിളിന്റെ കോളേജ് മേറ്റ് വന്ന് എന്നെ ഭീഷണിപ്പെടുത്തി. ഞാനും ദേഷ്യം വന്നതുകൊണ്ട് എൻ്റെ കാറെടുത്ത് എങ്ങോട്ട് പോയി. തിരിച്ചു വന്നപ്പോൾ മെറിബിളിനെ കാണാനുണ്ടായിരുന്നില്ല എന്നായിരുന്നു കെ സി ജോയുടെ മറുപടി. പോലീസും കെ സി ജോയ് പോയി എന്ന് പറയുന്ന സ്ഥലത്തെ CCTVകൾ പരിശോധിച്ചപ്പോൾ കെ സി ജോയ് ആ സ്ഥലത്ത് ആ സമയത്തുള്ളതിൻ്റെ വിഷ്വൽസും അവർക്ക് കിട്ടുകയുണ്ടായി. മെറിബിളിന്റെ വീട് സെർച്ച് ചെയ്യുന്ന സമയത്ത് പോലീസ് എല്ലാ പരിസരവും ഹൈ ക്വാളിറ്റിയിൽ ഫോട്ടോ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഫോട്ടോ ഓരോന്ന് മെറിബിളിന്റെ സഹോദരിയെ കാണിക്കുമ്പോൾ മെറിബിളിന്റെ സഹോദരി ഓരോ ഫോട്ടോയും നോക്കിയിട്ട് പെട്ടെന്ന് ബെഡ്റൂമിലെ ഫോട്ടോ കാണുമ്പോൾ സർ ഇത് അവളല്ല എന്ന് പറയുന്നുണ്ട്. പോലീസ് എടുത്ത് നോക്കുമ്പോൾ ബെഡ്റൂമിലെ ബെഡ്ഷീറ്റ് എല്ലാം അലങ്കോലമായി കിടക്കുകയായിരുന്നു. അതിന് അവളുടെ സഹോദരി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, മെറിബിൾ ഒരു ആർമി ഉദ്യോഗസ്ഥയാണ്, അവളുടെ ബെഡ്ഷീറ്റുകൾ ഒരിക്കലും ഇതുപോലെ കിടക്കാറില്ല, അവളുടെ ബെഡ്ഷീറ്റ് എല്ലാ വട്ടവും നീറ്റായി മടക്കി വെച്ചതിനു ശേഷമേ പോകാറുള്ളൂ. ഒന്നുകിൽ മെറിബിളിനെ ആരോ ബലമായി ബെഡ്റൂമിൽ നിന്ന് പിടിച്ചുകൊണ്ടായതായിരിക്കണം, അല്ലെങ്കിൽ ആരെയോ ഭയന്ന് മെറിബിൾ ബെഡ്റൂമിൽ നിന്നും രക്ഷപ്പെട്ടതായിരിക്കണം. നോർമലായി ഒരു കുറ്റവാളി അയാൾ ഉണ്ടാക്കിയ ആ സമയത്ത് ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു കഥ അയാൾ സ്വയമേ മെനഞ്ഞുണ്ടാക്കിയിട്ടുണ്ടാകും. അത്തരത്തിലുള്ള കഥകളിലേക്ക് പുതിയ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ പലപ്പോഴും ആ കുറ്റവാളി ഒരു സെക്കൻഡ് ആലോചിക്കാറുണ്ട്. എന്നാൽ ഈ കേസിൽ കെ സി ജോയ് എല്ലാ ചോദ്യങ്ങൾക്കും വ്യക്തമായ ഉത്തരങ്ങൾ കൊടുക്കുന്നുണ്ടായിരുന്നു. മാത്രമല്ല കെ സി ജോയ് പറയുന്ന കാര്യങ്ങളെല്ലാം വളരെ കൃത്യവുമായിരുന്നു.
ഈ ബെഡ്ഷീറ്റിന്റെ കാര്യം അറിഞ്ഞതും പോലീസ് നേരെ KC ജോയെ ഫോൺ ചെയ്യുന്നുണ്ട് ഇതിനെപ്പറ്റി ചോദിക്കാനായി. പക്ഷെ KC ജോയ് ഫോൺ എടുക്കുന്നില്ല. ആ സമയം അത്രയും KC ജോയ് വീടിന് കുറച്ചകലെ കാറ് നിർത്തി പോലീസിനെ ബൈനോക്കുലർ ഉപയോഗിച്ച് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഈ കൂട്ടത്തിലുള്ള ഒരു പോലീസ് എന്താണ് അവിടെ മാത്രം ഒരു കാറ് വ്യത്യസ്തമായ രീതിയിൽ നിൽക്കുന്നത് എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോകാൻ നേരത്ത് KC ജോയ് നോർമലായി കാർ സ്റ്റാർട്ടാക്കി നേരെ വീട്ടിലേക്ക് വന്ന് കാഷ്വലായിട്ട് ഇറങ്ങുന്നുണ്ട്. എന്നിട്ട് പോലീസുകാരോട് എന്താണ് സാർ എല്ലാവരും ഇവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. ആ ചോദിക്കുന്ന സമയത്ത് KC ജോയുടെ കയ്യിൽ നിറയെ മുറിപ്പാടുകൾ കാണാൻ സാധിച്ചു. ആരോ നഖം കൊണ്ട് കീറിയതുപോലുള്ള മുറിപ്പാടുകൾ. പോലീസ് നേരെ KC ജോയെയും കൂട്ടി സ്റ്റേഷനിലേക്ക് വരും. എന്നാൽ ഈ സമയത്ത് മെറിബിളിന് ഒപ്പം പഠിച്ച ഫ്രണ്ട്സും മെറിബിളിനൊപ്പം വർക്ക് ചെയ്തിരുന്ന ഫ്രണ്ട്സും ആർമിയിലെ ഫ്രണ്ട്സ് എല്ലാം കൂടി മെറിബിളിനെ അന്വേഷിക്കാനായി മെറിബിൾ മിസ്സിംഗ് എന്ന നോട്ടീസ് അടിച്ച് എല്ലാവർക്കും വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇൻ കേസ് ആരെങ്കിലും ഈ രീതിയിൽ മെറിബിളിനെ കണ്ട് അവളെ കണ്ടെത്താൻ സഹായിച്ചാലോ എന്ന രീതിയിൽ. മാത്രമല്ല മെറിബിൾ മിസ്സിംഗ് എന്ന് പറഞ്ഞ് ഒരു ഫേസ്ബുക്ക് പേജും അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഫ്രണ്ട്സ് എല്ലാം കൂടി മെറിബിൾ മിസ്സിംഗ് എന്ന് പറഞ്ഞ് ഒരു ക്യാമ്പയിനും നടത്തുന്നുണ്ടായിരുന്നു ആ സമയം. ഇതേ സമയത്ത് തന്നെ KC ജോയെ പോലീസ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. KC ജോയുടെ കയ്യിൽ നിറയെ മുറിപ്പാടുകൾ കണ്ട പോലീസ് ഈ മുറിവുകൾ എങ്ങനെയാണ് ഉണ്ടായത് എന്ന് ചോദിക്കുന്നു. അതിന് KC ജോയ് പറയുന്നത് ഞാൻ ഫിഷിങ്ങിന് പോയപ്പോൾ പറ്റിയതാണ്. പോലീസ് എങ്ങനെ ഫിഷിങ്ങിന്റെ റാഡ് കൊണ്ടതാണോ എന്ന് ചോദിക്കുന്നുണ്ട്. കാരണം അത് യെസ് എന്ന് പറഞ്ഞാൽ KC ജോയ് നുണ പറയുന്നതാണെന്ന് പോലീസിന് സിമ്പിളായി മനസ്സിലാക്കാൻ കഴിയും. കാരണം ആ മുറിപ്പാടുകൾ ആരോ നഖം വെച്ച് കീറിയതുപോലെയായിരുന്നു. അത് KC ജോയ് മറുപടി പറയുന്നത് വെയിറ്റ് ഞാൻ പറയട്ടെ, ഞാൻ ഫിഷിങ്ങിന് പോകുന്നിടത്തേക്ക് പ്രോപ്പറായിട്ടൊരു വഴിയില്ല. അങ്ങോട്ട് പോകണമെങ്കിൽ ഇത്തരത്തിലുള്ള മുറിപ്പാടുകൾ ഉണ്ടാക്കിയതിനു ശേഷമേ പോകാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയുന്നുണ്ട്. കാരണം അവിടെ നിറയെ മുൾച്ചെടികളാണ്. ഇത് കേട്ട പോലീസ് ഓക്കെ നമുക്ക് ആ സ്ഥലം വരെ ഒന്ന് പോയി വരാമെന്ന് പറയുന്നുണ്ട്. അതിനും KC ഓക്കെ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് പോലീസിനൊപ്പം ആ സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. പോലീസും അവിടെ പരിശോധിക്കുമ്പോൾ KC ജോയ് പറഞ്ഞത് വളരെ കൃത്യമായിരുന്നു. അവിടേക്ക് പോകുവാൻ പ്രോപ്പറായിട്ട് വഴികളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അങ്ങോട്ട് എത്തിപ്പെടണമെങ്കിൽ ആ മുൾച്ചെടികൾക്കിടയിലൂടെ ഇത്തരത്തിൽ മുറിപ്പാടുകൾ ഉണ്ടാക്കിയിട്ടേ എത്താൻ സാധിക്കുമായിരുന്നുള്ളൂ. മറ്റു മാർഗങ്ങളില്ലാതെ KC ജോയിയെ വീണ്ടും പോലീസ് വിട്ടയക്കുന്നുണ്ട്. KC ജോയി നേരെ മെറിബിൾ മിസ്സിംഗ് എന്ന ക്യാമ്പയിനിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. പോലീസിന് അപ്പോഴാണ് ഒരു കാര്യം മനസ്സിലാകുന്നത്. KC ജോയി എപ്പോഴും പോലീസിനേക്കാൾ ഒരു പടി മുന്നിലാണ്. KC ജോയിയുടെ പിന്നാലെ പോയാൽ ഒരു കാരണവശാലും ഈ കേസിന് ഒരു തുമ്പ് ലഭിക്കുകയില്ല. അതിനു പകരം KC ജോയുടെ പാസ്റ്റ് ചികയുവാൻ പോലീസ് ആരംഭിക്കുന്നു. എത്ര വലിയ കുറ്റവാളിയാണെങ്കിലും ഒരു മിസ്റ്റേക്ക്, എപ്പോഴെങ്കിലും ഒരു മിസ്റ്റേക്ക് ആ കുറ്റവാളിക്ക് സംഭവിക്കും. KC ജോയ്ക്കും അത്തരത്തിലൊരു മിസ്റ്റേക്ക് സംഭവിക്കുന്നുണ്ട്. മെറിബിൾ മിസ്സിംഗ് എന്ന ഫേസ്ബുക്ക് പേജിൽ KC ജോയ് ഒരു പോസ്റ്റ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഞാനും മെറിബിളും ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു. എനിക്ക് മെറിബിളെ വളരെ ഇഷ്ടമായിരുന്നു. ഞങ്ങൾ വളരെ സന്തോഷത്തോടെയായിരുന്നു ജീവിച്ചിരുന്നത്. മെറിബിൾ എൻ്റെ റൂംമേറ്റ് മാത്രമായിരുന്നില്ല, അവൾക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവൻ വരെ കൊടുക്കുമായിരുന്നു എന്ന രീതിയിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് മെറിബിൾ മിസ്സിംഗ് എന്ന പേജിൽ KC ജോയ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇത് കണ്ട ഒരാൾ എന്താണ് ഇയാൾ എല്ലാം പാസ്റ്റ് ടെൻസിൽ പറയുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. കാരണം നോർമലായിട്ട് നമ്മൾ മെറിബിൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, ഞാനും മെറിബിളും വളരെ സന്തോഷത്തോടാണ് ജീവിക്കുന്നത്, അവൾക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവൻ തന്നെ കൊടുക്കും എന്ന രീതിയിൽ പ്രസന്റിലല്ല പറയേണ്ടത്. ഇതെന്താണ് ഇയാൾ മരിച്ചുപോയ ഒരാളെ പറ്റി പറയുന്നത് പോലെ പറയുന്നു എന്ന് കമന്റിൽ പറയുന്നുണ്ട്. പോലീസും ഇത് നോട്ട് ചെയ്യുന്നുണ്ട്. ഒന്നുകിൽ അയാൾ ഒരു നിഷ്കളങ്കനായിരിക്കും, അല്ലെങ്കിൽ അയാൾ അതിബുദ്ധിമാനായ ഒരു കുറ്റവാളിയായിരിക്കും. എനിക്കെന്തോ രണ്ടാമത് പറഞ്ഞതാണ് കറക്റ്റ് എന്ന് തോന്നുന്നു. കാരണം പോലീസിന്റെ എല്ലാ ചോദ്യങ്ങൾക്കും KC ജോയുടെ കയ്യിൽ വ്യക്തമായ ഉത്തരങ്ങൾ ഉണ്ടായിരുന്നു. കയ്യിലെ മുറിവുകൾ ഫിഷിങ്ങിന് പോകുമ്പോൾ പറ്റിയതാണ്. മെറിബിൾ മിസ്സായ അന്ന് KC ജോയ് വണ്ടിയെടുത്ത് മറ്റെങ്ങോ പോയിട്ടുണ്ടായിരുന്നു. അവിടുത്തെ CCTV വിഷ്വൽസിൽ KC ജോയെ വ്യക്തമായും കാണാനും സാധിക്കുന്നുണ്ടായിരുന്നു. KC ജോയ് എപ്പോഴും പോലീസിനേക്കാൾ ഒരു പടി മുമ്പിലായിരുന്നു സഞ്ചരിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പോലീസിന് മനസ്സിലാകുന്നുണ്ട് KC ജോയെ പിടിക്കണമെങ്കിൽ, സത്യം മനസ്സിലാക്കണമെങ്കിൽ KC ജോയുടെ പാസ്റ്റ് കൂടി അറിയണം. KC ജോയുടെ പാസ്റ്റ് അപ്പോഴാണ് പോലീസ് അന്വേഷിക്കാൻ ആരംഭിക്കുന്നത്. മെറിബിളിന്റെ റൂംമേറ്റ് ആകുന്നതിന് മുമ്പ് KC ജോയ് ടെനസി എന്ന സ്ഥലത്തായിരുന്നു താമസിച്ചിരുന്നത്. അയാളുടെ അച്ഛനും അമ്മയും ഒരു ആക്സിഡന്റിൽ മരിച്ചു പോകുന്നു. അതിനുശേഷം KC ജോയ്ക്കും KC ജോയുടെ സഹോദരിക്കും സ്വത്തിന്റെ പേരിൽ തർക്കമുണ്ടാകുന്നു. അങ്ങനെയാണ് പോലീസ് KC ജോയുടെ സഹോദരിയുടെ അടുത്തേക്ക് എത്തുന്നത്. KC ജോയെ പറ്റി സഹോദരിയോട് ചോദിക്കുമ്പോൾ സഹോദരി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: KC ജോയ് അവൻ ദേഷ്യം വന്നാൽ സൈക്കോ ആയി മാറുമായിരുന്നു. കാരണം ഒപ്പം ജനിച്ച സഹോദരിയായ എനിക്ക് പോലും അവനോടൊപ്പം കഴിയാൻ ഭയമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ കോടതിയിൽ പോയി റെസ്ട്രെയിനിങ് ഓർഡർ, അവൻ എൻ്റെ അടുത്തേക്ക് വരാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് റെസ്ട്രെയിനിങ് ഓർഡർ ഒന്ന് മേടിച്ചു വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ആ ഓർഡർ എടുത്ത് പോലീസിന് കാണിച്ചു കൊടുത്തു. KC ജോയുടെ സഹോദരി പറഞ്ഞതും മെറിബിളിന്റെ സഹോദരി പറഞ്ഞതും
രണ്ടും രണ്ട് കഥകളായിരുന്നു. മെർബിളിന്റെ സഹോദരി പറഞ്ഞത് കേസി ജോയ് വളരെ കൈൻഡാണ്, നിഷ്കളങ്കനായ ഒരു മനുഷ്യനാണ് എന്ന രീതിയിലായിരുന്നു. എന്നാൽ കേസി ജോയിന്റെ സഹോദരി പറയുന്നത് അയാൾ ഒരു സൈക്കോയാണ്, ദേഷ്യം വന്നാൽ എന്ത് ചെയ്യാനും മടിക്കാത്ത ഒരാളാണ് എന്ന രീതിയിലാണ്. പോലീസിനപ്പോൾ 100% ഉറപ്പായി കേസി ജോയ് മെർബിളിനെ എവിടെയോ അപായപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതിനുശേഷം കേസി ജോയെ നിരീക്ഷിക്കാനായി പോലീസ് 24 മണിക്കൂർ കേസി ജോയെ നിരീക്ഷിക്കാനായി ഒരു സർവേലൻസ് ടീമിനെ ഉണ്ടാകുന്നു. ഇവർ കേസി ജോയെ എല്ലാ സമയവും നിരീക്ഷിച്ചുകൊണ്ടേയിരുന്നു. എല്ലാ സമയവും കേസി ജോയ് വീട്ടിനകത്ത് തന്നെ ഇരിപ്പായിരുന്നു. ഇടയ്ക്ക് ഇറങ്ങി കടയിൽ പോകും, സാധനങ്ങൾ മേടിച്ചു വരും. ഈ പോലീസ് പോയി അന്വേഷിക്കുമ്പോൾ നോർമൽ വീട്ടിലേക്ക് വേണ്ട പാല്, തൈര്, ബ്രെഡ് ഈ രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും കേസി ജോയ് വാങ്ങിയിട്ടുണ്ടാവുക. ഒരിക്കൽ കേസി ജോയ് ഒരു പബ്ലിക് ലൈബ്രറിയിൽ പോകുന്നു. അയാളെ പിന്തുടർന്നുകൊണ്ട് നമ്മുടെ സർവൈലൻസ് ടീം അയാൾ അവിടെയുള്ള ഒരു പബ്ലിക് കമ്പ്യൂട്ടറിൽ ബ്രൗസ് ചെയ്യാൻ ആരംഭിക്കുന്നു. ഈ സമയം സർവൈലൻസ് ടീമിലെ ഒരു ഉദ്യോഗസ്ഥൻ നേരെ ലൈബ്രറി ഇൻചാർജിന്റെ അടുത്ത് പോയി കാർഡ് കാണിച്ചുകൊണ്ട് കേസി ജോയ് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ കമ്പ്യൂട്ടറിലേക്ക് ഒരു സീക്രട്ട് ആക്സസ് വാങ്ങിക്കുന്നു. ഇപ്പോൾ കേസി ജോയ് എന്തൊക്കെയാണോ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഒരു കണ്ണാടിയിൽ കാണുന്നത് പോലെ ഈ ഉദ്യോഗസ്ഥനും അയാളുടെ സ്ക്രീനിൽ കാണാമായിരുന്നു. ആദ്യം തന്നെ കേസി ജോയ് ചെയ്തത് അയാളുടെ ഫേസ്ബുക്കിൽ ലോഗിൻ ചെയ്ത് മെർബിൾ മിസ്സിംഗ് എന്ന പേജിൽ എന്തെങ്കിലും പുതിയ പോസ്റ്റുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുകയായിരുന്നു. അതിനുശേഷം നേരെ ലോഗ് ഔട്ട് ചെയ്ത് ഗൂഗിൾ ഓപ്പൺ ചെയ്തുകൊണ്ട് ഒരു ഫോൺ ട്രേസ് ചെയ്യണമെങ്കിൽ ആ ഫോൺ ഓൺ ആയിരിക്കണമോ എന്ന് സെർച്ച് ചെയ്തു. രണ്ടാമതായി കാലിഫോർണിയയിൽ എത്ര പേരെ കാണാതായിട്ടുണ്ട്, എത്ര പേരെ പോലീസ് കണ്ടുപിടിച്ചിട്ടുണ്ട് എന്ന് സെർച്ച് ചെയ്യുന്നുണ്ട്. മൂന്നാമതായി ഒരു ഹ്യൂമൻ ബോഡി, ഒരു മനുഷ്യ ശരീരം ഡീക്കേ ആവാൻ, അഴുകി പോകാൻ എത്ര ദിവസം എടുക്കുമെന്ന് സെർച്ച് ചെയ്യുന്നുണ്ട്. ഇത് കാണുന്ന ആ പോലീസുകാരൻ ആകെ പരിഭ്രമിച്ചു പോകുന്നുണ്ട്. ഈ തെളിവുകൾ വെച്ച് നേരെ പോലീസ് കോടതിയിൽ പോയി അറസ്റ്റ് വാറന്റിന് വേണ്ടി അപ്ലൈ ചെയ്യുന്നുണ്ട്. എന്നാൽ കോടതി ഇത് തള്ളിക്കളയുകയാണ് ചെയ്തത്. കാരണം ഏതൊരു കോമൺ മാനും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സെർച്ച് ചെയ്യാനും അറിവുകൾ മനസ്സിലാക്കാനുമുള്ള സ്വാതന്ത്ര്യമുണ്ടെന്ന് കോടതി കാണുന്നു. ഇതുകൂടിയാകുമ്പോൾ ആ കേസ് അന്വേഷിക്കുന്ന എല്ലാ പോലീസുകാർക്കും തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്നത് പോലെയാകുന്നുണ്ട്. കാരണം കേസ് ജോയ്ക്കെതിരെ ഒരു ക്ലൂ പോലും, ഒരു എവിഡൻസ് പോലും ലഭിക്കുന്നില്ല. എന്നാൽ ക്ഷമയോടെ കാത്തിരുന്നാൽ നമുക്ക് വേണ്ടതെല്ലാം കിട്ടുമെന്ന് ആ പോലീസുകാർക്ക് അറിയാമായിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും കേസി ജോയ് ആ പബ്ലിക് ലൈബ്രറിയിൽ പോകുന്നുണ്ട്. അയാൾ നേരെ കമ്പ്യൂട്ടറിൽ പോയിരുന്ന് ഫേസ്ബുക്ക് ലോഗിൻ ചെയ്യുന്നുണ്ട്. അതിൽ മെർബിൾ മിസ്സിംഗ് എന്ന പേജിൽ ആരെങ്കിലും പുതിയ പോസ്റ്റുകൾ എന്തെങ്കിലും അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുമ്പോൾ ഒരു പോസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നാളെ 5 മണിക്ക് കാണാതായ മെർബിളിനെ അന്വേഷിച്ചുകൊണ്ട് ഞങ്ങൾ ഈ തെരുവിൽ കൂടുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് പങ്കെടുക്കാം, നമുക്ക് മെർബിളിനെ കണ്ടെത്താനാകുമോ എന്ന് ശ്രമിക്കാം എന്ന് പറഞ്ഞ് ആ സ്ഥലത്തിന്റെ ലൊക്കേഷനും ആ പോസ്റ്റിനൊപ്പം ചേർത്തിട്ടുണ്ടായിരുന്നു. കേസി ജോയ് ആ ലൊക്കേഷൻ നേരെ ഗൂഗിൾ മാപ്പിൽ ഓപ്പൺ ചെയ്യുന്നു. അതിനുശേഷം ആ ലൊക്കേഷന്റെ പരിസരം ഒന്നാകെ നിരീക്ഷിച്ചതിനു ശേഷം പതിയെ സൂം ഔട്ട് ചെയ്ത് കുറച്ചു മാറി മറ്റൊരു ലൊക്കേഷൻ സൂം ഇൻ ചെയ്യുന്നു. അവിടെ ആകെ ഉണ്ടായിരുന്നത് നീണ്ടു കിടക്കുന്ന ഒരു ഹൈവേയും ഹൈവേക്ക് സൈഡിൽ ഒരു മരവും മാത്രമായിരുന്നു. ഇത് കണ്ട പോലീസ് ഉദ്യോഗസ്ഥൻ ഈ കാര്യം പുറത്തു നിൽക്കുന്ന സർവൈലൻസ് ടീമിന് കൈമാറുന്നുണ്ട്. അവർ നേരെ ഈ പറഞ്ഞ സ്ഥലത്തെത്തുന്നുണ്ട്. അവിടെ ഇറങ്ങി നോക്കുമ്പോൾ നീണ്ടു കിടക്കുന്ന ഹൈവേയും കുന്നുകളും ചെറിയ ചെടികളും നിറഞ്ഞ ഒരു പ്രദേശമായിരുന്നു. ഒരു വീടോ ഒരു കടയോ ഒന്നും തന്നെ ആ പ്രദേശത്തുണ്ടായിരുന്നില്ല. ഒഴിഞ്ഞു കിടക്കുന്ന ക്രിക്കറ്റ് സ്റ്റേഡിയം പോലെയായിരുന്നു ആ സ്ഥലം ഒന്നാകെ. പോലീസിന് അടയാളമായി കിട്ടിയ ആ മരത്തിന് ചുറ്റും 50 മീറ്റർ ചുറ്റളവിൽ പോലീസ് സെർച്ചിങ് ആരംഭിക്കുന്നു. അധികം വൈകാതെ തന്നെ ഒരു പോലീസ് ഒന്ന് പറയുന്നുണ്ട്, സർ, മെർബിളിനെ കിട്ടിയത്, അവളെ അവിടെ കുഴിച്ചിട്ടിരിക്കുകയായിരുന്നു. ഇത് കണ്ടതും പോലീസ് നേരെ കേസി ജോയ് താമസിക്കുന്ന അപ്പാർട്ട്മെന്റിലേക്ക് എത്തുന്നുണ്ട്. പലതവണ കോളിംഗ് ബെൽ അടിച്ചിട്ടും ഡോർ തുറക്കാത്തത് കാണുമ്പോൾ പോലീസ് ഡോർ ഉടച്ച് ഉള്ളിൽ കയറുന്നു. അപ്പോൾ അവിടെ തുറന്നിട്ട ഒരു ജനൽ മാത്രമാണ് കാണാനായത്. മാത്രമല്ല ടിവിയിൽ മെർബിളിന്റെ ശരീരം കണ്ടുപിടിച്ച ന്യൂസ് ലൈവ് ടെലികാസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ആ പോലീസുകാരൊരു കോൾ വന്നു, സാർ, കേസി ജോയ് ഇതുവഴി ഓടി വന്നു, ഞങ്ങളിവിടെ പിടിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ മെർബിളിന്റെ മിസ്സിംഗ് കേസ് മെർബിളിന്റെ മർഡർ കേസായി മാറി. നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സമയത്തും കേസി ജോയ് ഏതോ ജയിലിൽ അയാളുടെ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിൽ നമുക്ക് സുഹൃത്തുക്കൾ മാത്രമല്ല ശത്രുക്കളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെയും ബൈ ബൈ.